ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മൂസ് വേൾഡ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സൺഫ്ലവറിൻ്റെ ഗ്രാനി സ്ക്വയർ മോട്ടീഫാണ്. യൂസ് ചെയ്യുന്നത് 4 കളർ ത്രെഡ് വെച്ചിട്ടാണ്. 3.5 mm നീഡിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് സിസർ വേണം. കളർ കോമ്പിനേഷൻ ഇപ്പോൾ സൺഫ്ലവറിൻ്റെ ഒരു കോമ്പിനേഷൻ ലെവലിൽ നിങ്ങൾക്ക് ഏത് കളറാണ് സ്യൂട്ട് ആവുന്നതെന്ന് എഴുതിയിട്ട് ചെയ്യാം. ഞാൻ ബേസായിട്ട് എടുത്തിട്ടുള്ളത് ഡാർക്ക് ബ്രൗൺ ആണ്. നമ്മൾ ആദ്യം മാജിക് സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് ഒരു 3 ചെയിൻ ഇട്ടതിൻ്റെ ശേഷം ആ മാജിക് സർക്കിളിനകത്ത് തന്നെ ഡബിൾ ക്രോഷറ്റ് 15 ഡബിൾ ക്രോഷറ്റ് നമുക്ക് ചെയ്യണം. ടോട്ടൽ നമുക്ക് 16 ഡബിൾ ക്രോഷറ്റ് വരണം. ആദ്യം നമ്മൾ ഇടുന്ന 3 ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഒരു ഡബിൾ ക്രോഷറ്റിൻ്റെ ലെങ്ത്തിന് ഈക്വലായിട്ട് വരുന്നതുകൊണ്ടാണ് 15 എണ്ണം പിന്നെ ഇടുന്നത്. ഈ സൺഫ്ലവറിൻ്റെ മോട്ടീഫ് വെച്ചിട്ട് നമുക്ക് ബാഗ്സ്, ക്യാപ്പ്, പിന്നെ ഡ്രസ്സ് എന്ത് വേണേലും ക്രിയേറ്റ് ചെയ്യാം. ആദ്യം മോട്ടീഫ് എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ബാഗ്സും അങ്ങനത്തെ എന്തൊക്കെ ഐറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് പിന്നീട് കാണിക്കാം. അപ്പം നമ്മൾ 15ാമത്തെ ഡബിൾ ക്രോഷറ്റാണ് ഇട്ട് ത്രെഡ് ഇത്തിരി ലൂസ് ചെയ്ത് നമ്മുടെ സർക്കിൾ സ്റ്റാർട്ടിങ്ങിലുള്ള ത്രെഡ് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ട് ത്രെഡ് കട്ട് ചെയ്തെടുക്കുക. ഇത് യോജിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് കൂടെ ഡയറക്റ്റ് അല്ലാണ്ട് ചെയിൻ സ്റ്റിച്ചിൻ്റെ ബാക്കിലൂടെ എടുത്തിട്ട് ബാക്കിലൂടെ ഫ്രണ്ടിലോട്ട് നീഡിൽ എടുത്ത് ത്രെഡ് പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യോജിപ്പിച്ചതിൻ്റെ ഒരു ഇത് അറിയാൻ പറ്റില്ല. നമ്മൾ എവിടെ നിന്നാണോ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ എവിടെയാണ് അവസാനിച്ചെന്നുള്ളത് മനസ്സിലാവാൻ പറ്റില്ല. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ല നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഫ്രണ്ട് ഡയറക്റ്റായിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഇനി ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തും ത്രെഡ് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് ഇതിപ്പോൾ ഇതിൻ്റെ ബേസാണ്. ത്രെഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ചെയിനിനകത്ത് ത്രെഡ് നമ്മൾ കെട്ടിയിട്ടോ ഒന്നും യോജിപ്പിക്കേണ്ട. ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടിങ് ഏരിയയിൽ കുറച്ച് ലെങ്ത് ഇട്ടതിൻ്റെ ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒരു 3 ചെയിൻ ആദ്യം, എന്നിട്ട് ഈ സെയിം സ്പേസിൽ നമ്മൾ പഫ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സെയിം സ്പേസിൽ തന്നെ ഒരു 2 ഡബിൾ ക്രോഷറ്റിൻ്റെ ഇതാണ്. പക്ഷേ നമ്മൾ ത്രെഡ് പുറത്തേക്ക് എടുക്കുന്നില്ല. പഫ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യാന്നുള്ളത് മുൻപുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഫ്ലവർ എങ്ങനെ ചെയ്യണേ പഫ് സ്റ്റിച്ചിൻ്റെ എന്നുള്ളത്. സെയിം സ്പേസിനകത്താണ് നമ്മൾ ഇതുപോലെ 2 പ്രാവശ്യമായിട്ട് എടുത്ത് ഇനി എല്ലാ റിങ്സിനകത്തൂടെയും ഈ ത്രെഡ് പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ നമ്മൾ താഴെ യോജിപ്പിച്ചിട്ടുള്ള ത്രെഡും നമ്മൾ മുൻപ് കട്ട് ചെയ്തിട്ടുള്ള ത്രെഡും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത ചെയിനകത്ത് വീണ്ടും ഇതുപോലെ തന്നെ 3 DC ഇട്ടിട്ടുള്ള പഫ് സ്റ്റിച്ച് നമ്മൾ ചെയ്യണം. നമ്മളിതിന് ഈ പഫ് സ്റ്റിച്ച് അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ചെയിനിനകത്തും റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. 16 എണ്ണം വരും. പക്ഷെ നമ്മളിതിനകത്ത് ഗ്യാപ്പും കാര്യങ്ങളും ഒന്നും ഇടേണ്ട കാര്യമില്ല. ചെയിൻ സ്റ്റിച്ചൊന്നും നമ്മൾ എക്സ്ട്രാ ഇടേണ്ട. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ 16 പഫ് സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കുക. ഓക്കെ, അതിൻ്റെ ശേഷം ആദ്യമായിട്ട് 3 ചെയിനിനകത്ത് ത്രെഡ് യോജിപ്പിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ, ഇതിപ്പോൾ ബേസാണ് ആയത് സൺഫ്ലവറിൻ്റെ. നമുക്കിനി പെറ്റൽസ് ചെയ്യണം. ഓക്കെ, പെറ്റൽസ് നമ്മൾ യെല്ലോ കളർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആണ് യോജിപ്പിക്കുന്നത്. കൂടുതൽ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അതല്ല ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ ചെയ്യാം. ഇനി നമ്മൾ വീണ്ടും ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് ത്രെഡ് ടൈറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യും. നമുക്കിനി നെക്സ്റ്റ് ത്രെഡ് അറ്റാച്ച് ചെയ്യാം. നമ്മൾക്കിനി സൺഫ്ലവറിൻ്റെ പെറ്റലിനുള്ള ത്രെഡാണ് നമ്മൾ ഇനി അറ്റാച്ച് ചെയ്യുന്നത്. യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓരോ പഫ് സ്റ്റിച്ച് ഇട്ടതിൻ്റെ
ആ ഒരു ഗ്യാപ്പിനകത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ജസ്റ്റ് ത്രെഡ് അറ്റാച്ച് ചെയ്ത് 3 ചെയിൻ ഇട്ട്, എന്നിട്ട് സെയിം സ്പേസിൽ തന്നെ സെയിം ചെയിനകത്ത് തന്നെ ഇതുപോലെ ഒരു ഡബിൾ ക്രോച്ചറ്റ് ആദ്യത്തെ 2 എണ്ണത്തിനകത്തൂടെ മാത്രം പുറത്തെടുക്കുക. വീണ്ടും ഡബിൾ ക്രോച്ചറ്റ് ഫസ്റ്റ് 2 റിങ്സിനകത്തൂടെ മാത്രം പുറത്തെടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന റിങ്സിനകത്തൂടെ ഒന്നിച്ച് എടുത്ത് ഒരു ചെയിൻ. ഇതാണ് നമ്മളിനി റിപ്പീറ്റ് ചെയ്യേണ്ടത്. വീണ്ടും അടുത്ത ഗ്യാപ്പിനകത്ത് 3 ഡബിൾ ക്രോച്ചറ്റിൻ്റെ ക്ലോസറാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സ്റ്റിച്ചിനെ നമ്മൾ ക്ലോസർ എന്നാണ് പറയുന്നത്. ഓരോ ഡബിൾ ക്രോച്ചറ്റും നമ്മൾ ആദ്യത്തെ 2 റിങ്സിനകത്തൂടെ മാത്രം പുറത്തെടുത്തിട്ട് ബാക്കി വരുന്ന ഒന്നിച്ച് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ അറൗണ്ട് ചെയ്തിട്ട് ഇതേപോലെ ക്ലോസറും നമുക്ക് 16 എണ്ണം കിട്ടും ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, അവസാനത്തെ ക്ലോസർ ഇട്ട് ഒരു ചെയിനൂടെ ഇട്ട് നമ്മൾ ആദ്യം ഇട്ട 3 ചെയിനിനകത്തൂടെ ഇതേപോലെ ഓപ്പോസിറ്റ് ഇതിൽ തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. യോജിപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ ത്രെഡ് കട്ട് ചെയ്യും. എന്നിട്ട് നമുക്കിനി ഇപ്പോൾ നമ്മുടെ സൺഫ്ലവർ റെഡിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് സ്ക്വയർ ആക്കി ചെയ്യുക എന്നുള്ളതാണ്. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് ജസ്റ്റ് ലോക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് ത്രെഡ് പുറത്തെടുക്കുക. നമ്മൾ സ്ക്വയർ ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്നത് വൈറ്റ് കളർ ത്രെഡാണ്. അതും ഓപ്ഷനാണ്. നമുക്ക് ഏത് കളേഴ്സിലാണ്, ഇപ്പോൾ ബാഗോ ഡ്രസ്സോ ഏത് കളേഴ്സിൽ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഫ്ലവറിന് ഈ ഒരു രീതിയിലുള്ള കോമ്പിനേഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മൾ അടുത്ത ത്രെഡ് അറ്റാച്ച് ചെയ്യാണ്. അടുത്ത കളറ് നമ്മൾ ക്ലോസ്ഡ് ചെയ്തതിൻ്റെ ഗ്യാപ്പിന് 1 ചെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു ചെയിനിൻ്റെ ഗ്യാപ്പിനകത്താണ് ഇത് ത്രെഡ് അറ്റാച്ച് ചെയ്യുന്നത്. ഒരു 4 ചെയിൻ ഇട്ടതിൻ്റെ ശേഷം ട്രിപ്പിൾ ക്രോച്ചറ്റാണ് ചെയ്യുന്നത്. അതായത് നീഡിലിൽ 2 തവണ ചുറ്റിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ആദ്യത്തെ 2 റിങ്സിനകത്തൂടെ വീണ്ടും 3 തവണ അത് റിപ്പീറ്റ് ചെയ്ത് വരും. വീണ്ടും നമ്മൾ 2 ചെയിൻ ഇട്ടതിൻ്റെ ശേഷം ആ സെയിം ചെയിൻ ഗ്യാപ്പിൽ തന്നെ ഒരു 3 ട്രിപ്പിൾ ക്രോച്ചറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഇതിപ്പോൾ സ്ക്വയർ ആക്കുകയാണ് നമ്മളിപ്പോൾ ഓരോ കോർണറിലും ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് വരിക. നമ്മൾ സെക്കൻഡ് 1 കംപ്ലീറ്റ് ചെയ്തു. ഇനി തേർഡ് 1 ട്രിപ്പിൾ ക്രോച്ചറ്റാണ്. അത് മാത്രം ഇത്തിരി ലെങ്ത്തിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സെയിം ഗ്യാപ്പിനകത്ത് തന്നെ. ഇനി അടുത്ത ചെയിൻ്റെ ഗ്യാപ്പിന് നമ്മൾ 3 ഡബിൾ ക്രോച്ചറ്റ് ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം നെക്സ്റ്റ് ചെയിൻ ഗ്യാപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഹാഫ് ഡബിൾ ക്രോച്ചറ്റാണ്. ഓക്കെ, അതെ ഇതുപോലെ എടുത്തിട്ട് 3 ഇതിനകത്തൂടെ ഒന്നിച്ച്. ഓക്കെ, ഹാഫ് ഡബിൾ ക്രോച്ചറ്റ് 3. ഇതൊരു സെറ്റായിട്ടുള്ള സ്റ്റിച്ചാണ്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരണം. വീണ്ടും നമ്മൾ അടുത്ത ചെയിൻ ഗ്യാപ്പിനകത്ത് 3 ഡബിൾ ക്രോച്ചറ്റ്. ഈ ഒരു ലൈന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ പാറ്റേൺ ഒരു സെറ്റ് കംപ്ലീറ്റ് ആവും. നമ്മളിനി ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ ഇനി അടുത്ത ഗ്യാപ്പിന് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ട്രിപ്പിൾ ക്രോച്ചറ്റ് 3 എണ്ണം, 2 ചെയിന്, വീണ്ടും 3 ട്രിപ്പിൾ ക്രോച്ചറ്റ്. അതാണ് ഒരു സെറ്റ്. പിന്നെ നമ്മൾ ആ 3 ട്രിപ്പിൾ ക്രോച്ചറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചെയിനകത്ത് 3 ഡബിൾ ക്രോച്ചറ്റ്, വീണ്ടും അടുത്ത ഗ്യാപ്പിനകത്ത് 3 ഹാഫ് ഡബിൾ ക്രോച്ചറ്റ്. അതേ സെയിം പാറ്റേൺ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കിതുപോലെ സ്ക്വയർ ആയിട്ട് കിട്ടും. നമ്മൾ ലാസ്റ്റ് ഇടുന്നത് 3 ഡബിൾ ക്രോച്ചറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക ലാസ്റ്റ് സ്റ്റിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് 4 ചെയിൻ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തില്ലേ, അതിൽ 4ാമത്തെ ചെയിനകത്ത് ഇതേപോലെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇതിനൊരു സ്ലിപ്പ് നോട്ട് ഒരെണ്ണം ഇട്ടിട്ട് നമ്മൾ ത്രെഡ് കട്ട് ചെയ്തെടുക്കുക. എക്സ്ട്രാ നമ്മൾ ഈ ത്രെഡ് അറ്റാച്ച് ചെയ്തതിൻ്റെയൊക്കെ ബാലൻസ് ഉണ്ടാവും, അതെല്ലാം കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ഗ്രാനി സ്ക്വയർ റെഡിയാണ്. ഇനി ഇത് വച്ചിട്ട് നമുക്ക് ബാഗ്, ഡ്രസ്സ് എന്ത് വേണമെങ്കിലും ചെയ്യാം.
ഇതിപ്പോൾ ഗ്രാനി സ്ക്വയർ മാത്രമേ കാണിച്ചിട്ടുള്ളത്. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.